ആരോഗ്യമന്ത്രി സംസാരിച്ചാലും CIT യൂണിയൻ നേതാക്കന്മാർ സംസാരിച്ചാലും കാലങ്ങൾക്ക് പിറകെയാണ് അവർ പോകുന്നത്. 2008, 2009, 2010 ഇങ്ങനെയുള്ള കഥകൾ പറയാൻ നാണമില്ലേ ഇനിയും? നിങ്ങൾ ഈ വർത്തമാന കാലത്തിലേക്ക് പോകും, പഴയ കാലത്തിലേക്ക് കടന്നു പോയിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാം മന്ദബുദ്ധികളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ചോദിക്കുന്നു ഈ 2010 കാര്യം പറയണ്ട, 2010 2020 കാര്യം പറയണ്ട, 2025 കാര്യം പറ. ഞാൻ നിന്റെ സമയത്ത് സംസാരിച്ചില്ലല്ലോ, ഇയാള് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ സംസാരിച്ചോ? ഞാൻ മുഴുവൻ പറ്റത്തില്ല. എന്റെ സമയത്ത് സംസാരിക്കുന്ന എന്തിനാണ്? ഞാനല്ലേ ഉത്തരം പറയാൻ വേണ്ടിയുള്ളൂ. ആ സമയത്ത് നിങ്ങളെ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് മര്യാദയല്ല. ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് മര്യാദയല്ല. എന്റെ സമയത്ത് സംസാരിക്കുന്നത് എന്തിനാണ്? എന്റെ സമയത്ത് സംസാരിക്കാൻ പാടില്ല. വർക്കർമാർക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ സമയത്തും ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചർച്ചയ്ക്കില്ല. അതിക്രമിച്ച് കിടക്കുന്ന എന്തിനാണ്? ആശാ വർക്കർമാരെ ഇത് കൃത്യമായിട്ട് എന്റെ സമയത്ത് അവർ കൈകാര്യം ചെയ്യുന്ന എന്തിനാണ്? ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും ഈ ബഹുമാനപ്പെട്ട CIT യൂണിയൻ മാത്രമേ പറയാനുള്ളൂ. പ്രവർത്തിക്കുന്നത് ഏത് സംഘടനയാണ് അവർക്കെതിരായിട്ട് ഇത് വ്യക്തമായി ഇതെന്തിനിങ്ങനെ സംസാരിക്കുന്നത്? ഈ ചർച്ചയിൽ നിന്ന് ഞാൻ എണീറ്റ് പോവുകയാണ്. ഈ ചർച്ച ഞാൻ മതിയാക്കും. ഇത് എന്തിനാ ഞങ്ങളുടെ സമയം അതിക്രമിച്ച് കടന്ന് സംസാരിക്കുന്നത്? ഇവർ ഈ പഴയ പഴങ്കഥ പറയാനേ ഇവർക്ക് അറിയാവുള്ള. ഈ 2020 കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വെറും 3 ജോലിയേ ഉള്ളൂ. ഇന്ന് 45-ൽ പരം ജോലിയുണ്ട്. ഇന്ന് ഞങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്യുവാണ്. അന്നൊക്കെ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ജോലി ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതി. ഇഷ്ടമുള്ള സമയം കൊണ്ട് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയാൽ മതി. ഇന്ന് അങ്ങനെയല്ല. 45-ൽ പരം ജോലികളാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ 36 ദിവസം ഈ പ്രേമ പറയുന്നുണ്ടല്ലോ, CIT യൂണിയൻ നേതാവ് പറയുന്നുണ്ടല്ലോ, ഈ 5 നിബന്ധന എടുത്തു മാറ്റാൻ തന്നെയല്ലേ അന്ന് നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞത്? ഇന്ന് ഞങ്ങളുടെ സമരം കൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ 36 ദിവസത്തെ സമരം കൊണ്ട് തന്നെയാണ് മുഴുവൻ മാനദണ്ഡങ്ങളും എടുത്തു മാറ്റാൻ സർക്കാർ നിർബന്ധിതമായത്. ഈ 5 നിബന്ധന എടുത്തു മാറ്റാൻ പറഞ്ഞതാണ് അന്ന് നിങ്ങൾ. ഞാനിരിക്കുന്ന വേദിയിലാണത് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ എന്താണ്? ഈ മുഴുവൻ നിബന്ധനകളും എടുത്തു മാറ്റണമെന്നാണ്. ഇപ്പൊ സമരത്തിന് ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി വെറും പൊട്ടത്തരം പറയേണ്ട കാര്യമില്ല. ഇത് കേരള സമൂഹം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏത് തരത്തിലാണ് ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് എന്ന്. പിന്നെ എന്തിനാ CIT യൂണിയൻ നേതാവേ ഇങ്ങനെയൊക്കെ ഈ അപഖ്യാതി പറഞ്ഞ് സ്വയം തടി തപ്പുന്നത്? അവരോട് ചോദിച്ചതിന്റെ നിലപാട് പറ. നിങ്ങൾക്ക് ഈ ഇനിയും സമരം തുടർന്നുകൊണ്ട് പോകാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിച്ച് ഈ 36 ദിവസം വരെ ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ. അതാണ് തൊഴിലാളി ധർമ്മം. അത് മനസ്സിലാക്ക്. ഞങ്ങൾ തൊഴിലാളികളാണെന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ അടുത്ത സമരഘട്ടത്തിലേക്ക് പോകാതെ ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവാക്കാൻ പറയണം. അതാണ് തൊഴിലാളി നേതാവ് ചെയ്യാൻ വേണ്ടിയുള്ളത്.